ലോകത്തിന്റെ ഊർജ്ജ സ്ഥിരകളായ പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കരിനിഴൽ അങ്ങനെ പടരുകയാണ്. 2026 ഏപ്രിലിൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ പുതിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ മുന്നറിയിപ്പ് ലോകമെമ്പാടുമുള്ള വിപണികളെയും നയതന്ത്രജ്ഞരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നു. തങ്ങളുടെ ശത്രുക്കൾക്ക് ആക്രമണം നടത്താനായി ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണോ സൗകര്യങ്ങളോ വിട്ടു നൽകിയാൽ ആ മേഖലയിലെ എണ്ണ ഉൽപ്പാദനം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം കൂടിയാണ്. ഇറാന്റെ കരുത്തുറ്റ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറപ്പെടുവിച്ച ഈ മുന്നറിയിപ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവും ഇറാനും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമായ ഘട്ടത്തിലാണ് പുറത്തുവരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് വിഭാഗം കമാൻഡർ മേജർ ജനറൽ മജീദ് മൂസവിയാണ് ഈ ഗൗരവകരമായ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ശത്രുരാജ്യങ്ങൾ ഇറാന്റെ മണ്ണിൽ ബോംബിടാൻ ഗൾഫ് രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളോ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളോ ഉപയോഗിച്ചാൽ ആ രാജ്യങ്ങൾ പിന്നീട് പശ്ചിമേഷ്യയിലെ എണ്ണ ഉൽപ്പാദനത്തോട് എന്നേക്കുമായി വിട പറയേണ്ടി വരുമെന്നാണ് മുസവി വ്യക്തമാക്കിയത്. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസ് റിപ്പോർട്ട് ചെയ്ത ഈ പ്രസ്താവന സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ നേരിട്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളികളാണെന്നതും അവിടെ അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നതും ഇറാനെ പ്രകോപിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. ഈ ഭീഷണി നിലനിൽക്കുന്നത് വെറും വാക്കുകളിലല്ല. 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച US ഇസ്രയേൽ ഇറാൻ യുദ്ധം ഇതിനകം തന്നെ ലോകത്തെ മാറ്റിമറിച്ചു കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞ 7 ആഴ്ചകളായി ഭാഗികമായി അടഞ്ഞു കിടക്കുകയാണ്. ഇത് ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 ബാധിച്ചിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ നേരിട്ടോ അവരുടെ അനുയായികളായ ഹൂതികൾ വഴിയോ ആക്രമണം നടത്തിയാൽ അത് ആഗോള ഇന്ധന വിപണിയുടെ തകർച്ചയിലേക്കാകും നയിക്കുക. എണ്ണവില ബാരലിന് $120 വരെ ഉയർന്നത് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മുസഫിയുടെ മുന്നറിയിപ്പ് നടപ്പിലായാൽ വില ഇതിലും ഇരട്ടിയാകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. നിലവിലെ പ്രതിസന്ധി പെട്ടെന്നുണ്ടായ ഒന്നല്ല. ട്രംപ് ഭരണകൂടം ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെയും മിസൈൽ ശേഷിക്കെതിരെയും സ്വീകരിച്ച കർശന നിലപാടുകളാണ് ഇപ്പോഴത്തെ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട ഒരു താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും അത് ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ്. പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും കരസേനാ മേധാവി ജനറൽ അസീം മുനീറും നടത്തിയ ഇടപെടലുകളെ തുടർന്ന് വെടിനിർത്തൽ നീട്ടാൻ പ്രസിഡന്റ് ട്രംപ് സമ്മതിച്ചുവെങ്കിലും ഇറാൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളം, ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം എന്നിവ ഇറാന്റെ മിസൈലുകളുടെ ദൂരപരിധിയിലാണെന്നത് ഗൾഫ് ഭരണാധികാരികളെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറാന്റെ പക്കലുള്ള ഖദർ പോലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഈ മേഖലയിലെ ഏത് എണ്ണ ശുദ്ധീകരണ ശാലയെയും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ശേഷിയുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ US-നെ അനുവദിച്ചാൽ അതൊരു മരണക്കെണിയായി മാറുമെന്ന് ഇറാൻ നൽകുന്ന സന്ദേശം ലളിതമാണ്: നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ അമേരിക്കയുടെ സൈനിക താൽപ്പര്യങ്ങൾക്കായി പണയപ്പെടുത്തരുത്. സൗദി അറേബ്യയും UAEയും ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്. ഒരു വശത്ത് വർഷങ്ങളായി തുടരുന്ന അമേരിക്കയുമായുള്ള സുരക്ഷാ ഉടമ്പടികൾ, മറുവശത്ത് തൊട്ടടുത്തുള്ള അയൽരാജ്യമായ ഇറാന്റെ മാരകമായ മിസൈൽ പ്രഹരശേഷി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇറാനുമായി നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിന്റെ ഭാഗമാകേണ്ടി വരുന്നത് വലിയ വെല്ലുവിളിയാണ്. സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ കയറ്റുമതിക്കായി ചെങ്കടൽ വഴിയുള്ള ബദൽ മാർഗങ്ങൾ തേടുന്നുണ്ടെങ്കിലും അവിടെയും ഹൂതികളുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഈ ഭീഷണി ഒരു ദുസ്വപ്നമാണ്. ഇന്ത്യയെയും ചൈനയെയും പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി 75% പശ്ചിമേഷ്യയാണ് ആശ്രയിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ അത് ഇന്ത്യയിലെ ഇന്ധനവില കുതിച്ചുയരാനും ചരക്ക് ഗതാഗതം സ്തംഭിക്കാനും കാരണമാകും. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി ഇതിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ വിതരണ തടസ്സം എന്നാണ് വിശേഷിപ്പിച്ചത്. 1973 എണ്ണ പ്രതിസന്ധിയേക്കാൾ വലിയൊരു സാമ്പത്തിക തകർച്ച ലോകം നേരിടാൻ പോവുകയാണെന്ന മുന്നറിയിപ്പുകൾ ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. 2026 ഏപ്രിൽ മധ്യത്തോടെ ഇസ്ലാമാബാദ് പ്രക്രിയ എന്നറിയപ്പെടുന്ന സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ ഈ ചർച്ചകളിൽ നിർണായകമായ പങ്കാണ് ഇപ്പോൾ വഹിക്കുന്നത്. അമേരിക്കൻ താൽപ്പര്യങ്ങളും ഇറാന്റെ സുരക്ഷാ ആശങ്കകളും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ ചർച്ചകൾ വിജയിച്ചാൽ മാത്രമേ പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾ സുരക്ഷിതമാകൂ. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനിയുടെ മരണശേഷം ഇറാനിലുണ്ടായ
ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ട്രംപിന്റെ കർക്കശമായ നിബന്ധനകളും ചർച്ചകളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഏപ്രിൽ 21-ന് ട്രംപ് വെടിനിർത്തൽ നീട്ടിയത് ഒരു ശുഭസൂചനയാണെങ്കിലും അത് എത്രനാൾ നീണ്ടു നിൽക്കുമെന്ന് ആർക്കും പറയാനാവില്ല. അഭ്യൂഹങ്ങളും തെറ്റായ വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ അതിവേഗം പ്രചരിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നുണ്ട്. സമാധാനത്തിനായുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് തെരുവുകളിൽ പ്രകടനങ്ങൾ നടത്തുന്നത് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി പലരും കാണുന്നു. അതേസമയം അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ സൈനിക വിന്യാസം ഈ മേഖലയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലോകം ഒരു മുനമ്പിലെന്ന പോലെ നിൽക്കുന്ന ഈ അവസ്ഥയിൽ നയതന്ത്രപരമായ നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തിനാകും തുടക്കമിടുക. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു തർക്കമല്ല, മറിച്ച് ലോകത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. എണ്ണയോട് വിട പറയുക എന്ന ഇറാന്റെ ഭീഷണി വെറും ഭയപ്പെടുത്തലല്ല, മറിച്ച് തങ്ങളുടെ നിലനിൽപ്പിനായി ഏത് അങ്ങേയറ്റത്തെ നടപടിക്കും അവർ തയ്യാറാണെന്നതിൻ്റെ സൂചനയാണ്. ഊർജ്ജ സുരക്ഷയും രാഷ്ട്രീയ തന്ത്രവും തമ്മിലുള്ള ഈ വടംവലിയിൽ ബലിയാടാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്ന തിരിച്ചറിവ് അമേരിക്കയും ഇറാനും ഗൾഫ് രാജ്യങ്ങളും ഒരുപോലെ കൈക്കൊള്ളേണ്ടതുണ്ട്. വിവേകപൂർണമായ നയതന്ത്ര ഇടപെടലുകളിലൂടെ മാത്രമേ ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാതെ കാക്കാൻ കഴിയൂ. ആഗോള സമൂഹം ഒരേ മനസ്സോടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ എണ്ണപ്പാടങ്ങൾ കത്തിയെരിഞ്ഞാൽ അതിൻ്റെ ചൂട് ലോകത്തിൻ്റെ ഓരോ കോണിലും അനുഭവപ്പെടും. സമാധാനത്തിനായുള്ള ഈ വെടിനിർത്തൽ ചർച്ചകൾ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നീങ്ങുമോ, അതോ പശ്ചിമേഷ്യൻ മണ്ണ് വീണ്ടും ചോരയും എണ്ണയും കലർന്ന ഒരു രണഭൂമിയായി മാറുമോ എന്ന് ലോകം ശ്വാസമടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.